പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീതരതിജങ്കരുണാഥമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. സനാതനധർമ്മസംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള നാദശ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സർവേശ്വരനായിരിക്കുന്ന ഭഗവാൻ പൂർണ്ണ അവതാര സ്വരൂപത്തെ സ്വീകരിച്ചു. അവിടെ ദേവകിയും വസുദേവരും രണ്ടുപേരും സ്തുതിച്ചു. മരണഭയം എന്നുള്ള ഒരു കാര്യം, അതിൽ നിന്ന് രക്ഷ കിട്ടാൻ ഭഗവതിലുള്ള ഭക്തി മാത്രമേ നമ്മളെ സഹായിക്കൂ. മർത്യോ മൃത്യുവ്യാലഭീത പലായൻ. മരണമാകുന്ന പാമ്പിനെ, പാമ്പ് എന്ന് പറഞ്ഞാൽ പൊതുവേ ഭയം ഉണ്ടാക്കുന്നത് കൊണ്ടാണ് പാമ്പിനോട് ഉപമിച്ചത്. മരണമാകുന്ന പാമ്പിനെ പേടിച്ച് എല്ലാവരും ഓടുന്നു. എന്നാൽ അങ്ങയുടെ ഭക്തൻ പാദാബ്ജം പ്രാപ്യ എതിർച്ചയാ, ഏതെങ്കിലും ഒരു കാരണവശാൽ എതിർച്ചയാ ഈശ്വരപാദപത്മത്തിൽ ഭക്തിയുള്ളവർക്ക് ഒരു പേടിയും മരണത്തെയില്ല. അവർക്ക് എന്താണ് മരണഭയമോ മരണ മടിയോ ശരിക്കും ഇല്ലാണ്ടിരിക്കാൻ കാരണം? അതും കൂടി നോക്കേണ്ടതല്ല. ഈ പ്രപഞ്ചത്തിനോട് അവർക്ക് ആസക്തി ഉണ്ടാവില്ല എന്നാണ്. അതായത് ഈ മരണഭയം എന്ന് പറഞ്ഞാൽ ശരിക്കും അത് ഭയമല്ല. കുറേ ആളുടെ കേസിൽ അതിനേക്കാളും ഈ ലോകത്തെ വിട്ടുപോകാനുള്ള മടി ആണ് ശരിക്കും. മനോഹരമായിട്ടുള്ള ഈ പ്രകൃതിയും ജീവിതവും ഈ ലോകം വിട്ടിട്ട് പോകണ്ടേ എന്ന ദുഃഖം നമ്മുടെ ശരീരത്തെ ദഹിപ്പിക്കും എന്നൊക്കെ ഇങ്ങനെ ചിന്ത വരിക. പിന്നെ നമ്മളില്ല എന്ന ചിന്ത വരിക. പ്രപഞ്ചത്തെ വിടാനുള്ളൊരു ദുഃഖമാണ് ശരിക്കും കുറേ ആൾക്കുണ്ടാവണത്. ചിലർക്ക് പേടിയില്ല എന്നില്ല, പേടിയേക്കാൾ കൂടുതൽ ദുഃഖമാണ്, മരിക്കണ്ടേ എന്ന ദുഃഖമാണ്. അപ്പം അതെന്താ ഉണ്ടാവണത് ചോദിച്ചാൽ ഈ ലോകവുമായിട്ടുള്ള ബന്ധം. ഓരോക്കെ ശാശ്വതമാണ് എന്ന് വിചാരിച്ച് ഇതിനെ വല്ലാതെ കെട്ടിപ്പിടിക്കുക. ജീവിക്കാനതൊക്കെ വേണമെന്നേ വേണ്ടൂ എന്ന നിലയ്ക്ക് കണക്കാക്കിയാൽ വിടാൻ മടിയുണ്ടാവില്ല. അതാണത് ഭക്തി കൊണ്ടേ ലഭിക്കുള്ളൂ. ശാശ്വതമായിട്ട് അതേ ഉള്ളൂ. ഇപ്പം ഇവിടെ എന്തൊക്കെ ഉണ്ടായാലും നമുക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റുമോ? ആ ഒരു ബോധം നമുക്കുണ്ടായാൽ മതി, ഇതൊന്നും ശാശ്വതമല്ല എന്നുള്ളത്. അവിടെ ജീവിക്കുമ്പോൾ വേണം, അത്രയേ ഉള്ളൂ എന്നുള്ള ഒരു അറിവ് ഭക്തി കൊണ്ടുണ്ടാവുന്നതിനാൽ മരണം വരുമ്പോൾ മരണം വരട്ടെ, നമ്മൾ തടുത്താൽ നോക്കുമോ? ഈ ഒരു അറിവെങ്കിലും നമുക്കുണ്ടാവണം എന്ന് ചുരുക്കം. അങ്ങനെ ഭഗവാൻ ജനിച്ച ആ ഒരു അവസ്ഥ, പെൺകുട്ടി കരയണത് കേട്ടു. കംസഭൃത്യന്മാർ പറയുകയാണ്, ദേവകി പ്രസവിച്ചു. തൻ്റെ മരണം അടുത്തു ഒരു പ്രതീതി കംസനുണ്ടായി. 8ാമത്തെ പ്രസവമല്ലേ. കാരാഗ്രഹം തുറക്കിൻ ആജ്ഞാപിച്ചു. കാരാഗ്രഹം തുറന്നപ്പോൾ പെൺകുട്ടിയെ കണ്ടു. ഓ, ഈ പെൺകുട്ടിയാണോ തന്നെ കൊല്ലാൻ പോകുന്നത്? അപ്പോൾ അശരീരിയെ ഓർത്തു. ദേവയ്ക്ക അഷ്ടമോ ഗർഭോ, പുത്രൻ എന്നോ ആൺകുട്ടി എന്നോ പറഞ്ഞിട്ടില്ല അശരീരിയിൽ. ഗർഭം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ആൺകുട്ടിയാവാം പെൺകുട്ടിയാവാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ പെൺകുട്ടിക്ക് തന്നെ കൊല്ലുന്നതിന് വിരോധമില്ല. എവിടെ പറഞ്ഞിരിക്കണം ആൺകുട്ടിയാണ് 8ാമത്തേന്ന്? അത് പറഞ്ഞിട്ടില്ല. അശരീരിയെ ഓർത്തപ്പോൾ കംസൻ തീരുമാനിച്ചു, ഈ പെൺകുട്ടിയും തന്നെ വേണമെങ്കിൽ കൊല്ലാം. ഈശ്വരൻ പെൺരൂപത്തിൽ വരാലോ, ഈശ്വരനെ ഏത് രൂപം എടുത്തുകൂടാത്തത്? അതുകൊണ്ട് കൊല്ലണം. പെൺകുട്ടിയാണെന്ന് വിചാരിച്ച് ഒട്ടും ആശ്വസിക്കാൻ വകയില്ല. മായ പ്രയോഗിച്ച് വേറെ രൂപത്തിൽ വരാൻ തീർച്ചയായിട്ടും സാധ്യതയുണ്ട്. ആൺകുട്ടി എന്ന് അശരീരിയിൽ പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് ആ കുട്ടിയെ പേടിച്ച് വലിച്ച് അടിച്ച് അങ്ങോട്ട് കൊല്ലാൻ വേണ്ടി ആകാശത്തേക്ക് ഉയർത്തുകയാണ് കംസൻ. ആ സമയത്താണ് എന്തുണ്ടായത്? അതിശതാനുജ വിഷ്ണു സായുധാഷ്ടമഹാഭുജ. കാർവേശ്വരിയായിരിക്കുന്ന ജഗദംബിക തൻ്റെ രൂപം ഒന്നാട് കാണിച്ചു കൊടുത്തു. കൊല്ലാനാണെങ്കിലും കാല് പിടിച്ചില്ലേ. തൻ്റെ രൂപം സിംഹാരൂഢാന്തൃനേത്രാം കടതല വിലസശങ്കചക്രാസി ചർമ്മം സർവാഭിഷ്ടപ്രദാത്രിം രിപുമതനകരിം സർവലോകൈകവന്ദ്യാം സർവാലങ്കാരയുക്താം ചശിവിതമകുടാം ശ്യാമളാംഗീം കൃശാംഗീം ദുർഗാം ദേവീം പ്രപത്യേ ശരണമകമശേഷാപതുന്മൂലനായ. ഏതൊരു ദേവിയെയാണോ സർവാപത്തും ഒഴിഞ്ഞു പോകാൻ വേണ്ടി നമ്മൾ സദാ ഭജിക്കുന്നത്, 8 കൈകളിൽ ദിവ്യായുധങ്ങളോട് കൂടിയിട്ട് ആ ദേവി ആകാശത്തങ്ങോട്ട് കാണപ്പെട്ടു. കിമ്മയാ കഥയാ മന്ദ
മന്ദബുദ്ധി, എന്നെ കൊന്നിട്ട് നിനക്ക് എന്താണ് കാര്യം? ഞാനൊന്നുമല്ല നിന്നെ കൊല്ലാൻ ജനിച്ചിരിക്കുന്നത്. അതെവിടെയുണ്ട് എന്ന് സാധിക്കുമെങ്കിൽ കണ്ടുപിടിക്കുക. അവിടെയാണ് നിൻ്റെ കഴിവ് കാണേണ്ടത്. അല്ലെങ്കിൽ എന്നെ ഉണ്ടോ നിനക്ക് തൊടാൻ പറ്റണമെന്ന് ചോദിക്കുക. തൊടാൻ പറ്റിയത് ഞാൻ വിചാരിച്ചിട്ടാണ്, അല്ലെങ്കിൽ എന്നെ തൊടാതെ കുതറി മാറാനും എനിക്കറിയാം. പക്ഷേ കാലൊന്ന് പിടിച്ചോട്ടെ, രൂപമൊന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ നിന്ന് തന്നതാണ്. പക്ഷേ അതിലപ്പുറം നീ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. എന്നെ തൊടാനോ എന്തെങ്കിലും ചെയ്യാനോ പറ്റുന്ന സ്വപ്നത്തിൽ വിചാരിക്കേണ്ട. നിന്നെ കൊല്ലാനുള്ള അന്തകൻ മറ്റൊരു സ്ഥലത്ത് ജനിച്ചിട്ടുണ്ട്. വെയ്ക്കെങ്കിൽ അന്വേഷിക്കുക, കണ്ടുപിടിക്കുക, നിൻ്റെ ബുദ്ധി പ്രയോഗിക്കുക, കഴിവ് പ്രയോഗിക്കുക എന്നും പറഞ്ഞ് ഒരു മുന്നറിയിപ്പും ഒരു വെല്ലുവിളിയും നടത്തി ദേവി അന്തരീക്ഷത്തിലേക്ക് മറഞ്ഞു. കംസന് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ട് ഒരു സ്വപ്നമാണോ? താൻ എന്താണപ്പോൾ ഈ കാണുന്നത്? 8 കൈകളിൽ ദിവ്യായുധങ്ങളോട് കൂടിയിട്ടുള്ളതായ ദേവിയെ കാണാൻ തനിക്ക് സാധിക്കുക. ശരിക്കും കംസനൊരു മഹാഭാഗ്യം. നമുക്ക് ആർക്കെങ്കിലും കാണാൻ കിട്ടിയിട്ടുണ്ടോ ദേവി എന്ന് വരെ? മഹാഭാഗ്യം കിട്ടി. ഭഗവാനെ കണ്ടു. ഭഗവാനാൽ മരണം വന്നു. മരിക്കുന്ന സമയത്ത് കൃഷ്ണനെ ചിന്തിക്കാൻ സാധിച്ചു. ഇതൊക്കെ ഭയരീതിയിലുള്ള ഭക്തിയാണ്. കംസൻ്റെ ഭക്തി എന്ന് പറഞ്ഞാൽ ഭയഭക്തിയാണ്. എന്നാലും കാണാൻ സാധിച്ചു, കൈകൊണ്ട് എടുക്കാൻ സാധിച്ചു. ആകാശത്തിൽ തൻ്റെ രൂപം കാണിച്ചു കൊടുത്തു ദേവി. ഇതൊക്കെയായിട്ടും ഒരു ഈശ്വരന് സ്മരണ കംസന് വരില്ലേ വേണ്ടത്? അതുണ്ടാവില്ല. കാരണം ഭയഭക്തി കൊണ്ട് മോക്ഷം കിട്ടണം. കൃഷ്ണൻ കൊല്ലണം. അതാണല്ലോ കംസൻ്റെ വിധി. അങ്ങനെയാണ്. അതങ്ങനെ തന്നെയല്ലേ വരാൻ പറ്റൂ. ദേവിക്ക് കൊല്ലാൻ വല്ല വിഷമമുണ്ടായിട്ടാ? ഹുങ്കാരം കൊണ്ട് മഹിഷാസുരനെയും കൂട്ടരെയും കൊന്ന ആളാ ദേവി. ഹോം എന്നങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ. അമർത്തിയോട് പറഞ്ഞു, അങ്ങനെ എത്രയോ അസുരന്മാരെ കൊന്ന ആളാണ് ഈ ദേവി. ഉണ്ട് വേണ്ട, അത് ഭഗവാനല്ലേ അതിൻ്റെ അധികാരി. ഭഗവാനാണല്ലോ അതിൻ്റെ ആ ഒരു നിയമം വെച്ചിരിക്കുന്നത്. അങ്ങനെയാണ് വ്യവസ്ഥ. അതുകൊണ്ട് ഭഗവാൻ കൊന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അന്തരീക്ഷത്തിലേക്ക് മറഞ്ഞു. അപ്പോൾ ഒരു കാര്യം കംസന് തോന്നണ, ദൈവമപ്യനൃതം ഭക്തി നമർത്യ ഏവ കേവലം. 8ാമത്തെ ഗർഭം കൊല്ലും എന്നാണല്ലോ പറഞ്ഞത്. പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടി അത് പോട്ടെ, പക്ഷേ 8ാമത്തെ കൊല്ലണ്ടേ എങ്ങനെയായാലും? അത് ആ ശരീരത്തിൽ പറഞ്ഞതാണല്ലോ, 8ാമത്തെ ആളാണ് എന്നെ കൊല്ലുക. അപ്പം അത് ആ ദേവി ശിശു വന്നിട്ട് പറയണു, ഞാനല്ല നിന്നെ കൊല്ലണത്. ഇതെന്താ അപ്പം ഇത്? ഒരശരീരി അങ്ങനെ പറയുക, ഒരശരീരി ഇങ്ങനെയും പറയുക. അത് അശരീരിയാണല്ലോ ഒരു തരത്തിൽ. 8ാമത്തെ ഗർഭം പറയണു, ഞാനല്ല നിന്നെ കൊല്ലണത്. ഏതാപ്പം ഞാൻ വിശ്വസിക്കേണ്ട? ദൈവമപ്പി അനൃതം ഭക്തി. ദൈവവും കളവ് പറയാൻ തുടങ്ങിയോ? ഈ കാലത്ത് ദൈവങ്ങളും നുണ പറയാൻ തുടങ്ങും. ദൈവമപ്യനൃതം ഭക്തി നമർത്യായേവ കേവലം. മനുഷ്യൻ മാത്രമല്ല കളവ് പറയുക എന്ന് അപ്പയ്ക്ക് തോന്നണം. ഈ ദൈവങ്ങളെന്താ 2 വാക്ക് പറയണം? അപ്പം ഞാനാണ് കൊല്ലുക 8ാമത്തെ ഗർഭം എന്ന് പറയണു. ഇപ്പം ഞാനല്ല കൊല്ലണോ എന്ന് 8ാമത്തെ ഗർഭം പറയണു. എന്തായാലും തൻ്റെ മന്ത്രിമാരെയൊക്കെ വിളിച്ചു കൂട്ടിയുണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെ സംഗതി ഉണ്ടായി. ആ കുട്ടിയെ എനിക്ക് കൊല്ലാൻ കിട്ടിയില്ല. ആകാശത്തേക്ക് പോയിട്ട് പറഞ്ഞു, ഞാനല്ല കൊല്ലാൻ പോകുന്നത് എന്ന്. നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണ് എന്നൊന്ന് അറിയണം. വെറുതെ വിടേണ്ട ഒരു കാര്യമില്ല. എൻ്റെ ജീവൻ അപകടം വരണ കാര്യമായതുകൊണ്ട് ഇത് ഗൗരവത്തോട് കൂടിയിട്ട് ചിന്തിച്ച് നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞ് ഞാൻ വേണ്ടത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ സമയത്ത് അവർ എന്താ പറയേണ്ടത് നിശ്ചയില്ല. ദൈവവാക്യങ്ങളാണ്, അതിൽ എന്തൊക്കെ സംഗതികളുണ്ടാവുമെന്നൊന്നും ഇവർക്ക് അറിയില്ല. ശോകകർഷ ഭയദേശലോഭമോഹ മദാന്വിത, എന്തൊക്കെയോ ഭാവങ്ങൾ അവർക്കുണ്ടായി. ശോകം, വർഷം, ഭയം, അങ്ങനെ പറഞ്ഞു ചില കാര്യങ്ങളൊക്കെ. അന്നങ്ങനെ രാത്രി കഴിച്ചു കൂട്ടിയിട്ട് പ്രഭാതത്തിൽ ഈ മന്ത്രിമാർ പറഞ്ഞു, അങ്ങക്ക് പേടിക്കാനൊന്നുമില്ല രാജാവേ, വെറുതെ അങ്ങ് പേടിക്കുകയാണ്. ഈ ദേവന്മാരാണ്, അവരെല്ലാവരും കൂടിയിട്ട് അങ്ങയുടെ ശത്രു. അങ്ങാസുരനാണല്ലോ. ഈ ദേവന്മാരൊക്കെ മഹാഭീരുക്കളാണ്. അവരുടെ കാര്യങ്ങളൊന്നും എടുത്ത് നോക്കുക. ഒന്ന് ബ്രഹ്മാവ്, ഒരു കേമനാണെന്നാണ് അവർ പറയണത്. പക്ഷേ ആ വിദ്വാനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കമണ്ടൽ കൊടുത്ത് ഒരു ഭാഗത്ത് ഇങ്ങനെ തപസ് ചെയ്യുക. ബ്രഹ്മാവ് തപസ്സിൻ്റെ ആളാണെന്നാണ്, വേദജ്ഞാനിയാണ്, തപസ്സുണ്ട്. ഈ തപസ് ചെയ്യുന്ന ആളെ കൊണ്ട് എന്തിനാ സാധിക്കുക? കൈ വീശി 2 കൊടുക്കാനോ തടുക്കാനോ വാള് പ്രയോഗിക്കാനോ ആയുധം പ്രയോഗിക്കാനോ പറ്റുമോ രാജാവേ? തപസ്സികൾ ആയുധേ എടുക്കാറില്ല. അപ്പോൾ അയാളെ കൊണ്ട് ഇത്രേ പറ്റൂ എന്ന് നല്ല ഉറപ്പുണ്ട്. രഘോജുഷാക്കിം ഹരിണ. ഇനി വേറെയാണ് അവരുടെ കാര്യമായിട്ടുള്ള 4 കയ്യും ഉണ്ടെന്നും പറഞ്ഞ് നടക്കണ വിഷ്ണു. രഘോജുഷ എന്താ വിഷ്ണുവിൻ്റെ പ്രത്യേകത? ഇവിടെ ഇരിക്കണവർ ആരെങ്കിലും വിഷ്ണുവിനെ കണ്ടിട്ടുണ്ടോ? വിഷ്ണുവിനെ കാണില്ല. എന്താ കാരണം? ഒളിച്ചിരിക്കുകയാണ്. എന്താ കാണാണ്ടേവാൻ ഉള്ള ആൾ കണ്ടില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഒളിച്ചിരിക്കണു. അല്ലാണ്ട് വല്ല അർത്ഥം അതിന് വേറെ ഉണ്ടോ? എന്തിനാണ് ഒളിച്ചിരിക്കണത്? പേടിച്ചിട്ട്, അങ്ങേ പേടിച്ചിട്ടേ ആയുധധാരികളായിട്ടുള്ള ഞങ്ങളെപ്പോലെയുള്ള
മന്ത്രിമാരും യോദ്ധാക്കളും സദാ അങ്ങേ സംരക്ഷിക്കാനുള്ള അങ്ങേ ഒന്നുമില്ലാത്ത 4 കയ്യിൽ എന്തോ ചിലത് പിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് പേടിച്ചിട്ട് ഇതാ പുറത്തേക്ക് വരാതെ ഒളിച്ചിരിക്കുക ആ വിഷ്ണു. തറ ഭീരുവാണ്, പിന്നെ അങ്ങേക്ക് എന്തിനാ പേടി? ഇനി വേറൊരാളുണ്ട്, ശംഭുനാവാപനൗകസ. ശംഭു എന്നിവരൊക്കെ വാഴ്ത്തണതായിട്ടുള്ള ആളുണ്ടല്ലോ, കഴുത്തിൽ പാമ്പനിയിട്ട് നടക്കണ കോമാളി എന്ന് വേണമെച്ചാൽ പറയാം. എവിടെയാണ് ഇരിക്കണ അറിയോ? കിലോമീറ്റർ കണക്കിന് കൈലാസത്തിലാണ്, എത്ര ദൂരത്താണ്. ശംഭോ ശിവ എന്ന് വിളിച്ചിട്ട് അവിടുന്ന് ഇങ്ങോട്ട് വരണച്ചാൽ ഇവിടെ കഴിയേണ്ടത് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോഴേക്കേ ഇങ്ങോട്ട് എത്തുള്ളൂ. നിമിഷം കൊണ്ട് സിദ്ധി ഉപയോഗിച്ച് കണ്ണടച്ച് തുറക്കുമ്പോൾ ഇവിടെ എത്താൻ കഴിയണ ആളാണ് എന്ന് ഇവർക്കുണ്ടോ അറിയണു. ആരാ ശംഭു അല്ലേ? മനസ്സിലോണ്ട് ഇവിടേക്ക് എത്തണം എന്ന് വിചാരിച്ചാൽ അവിടേക്ക് എത്തും. അത് ഇവർക്ക് അറിയില്ല ആ മഹാത്മ്യം. അപ്പോൾ അവർ വിചാരിച്ചു ദൂരെ തപസ് ചെയ്യണ ശംഭുവിനെ കൊണ്ട് യാതൊന്നും തരില്ല. ഇവിടെ എന്തെങ്കിലും സംഗതി ഉണ്ടായാൽ വന്ന് ചാടി വീഴുമ്പോഴേക്ക് ഇവിടെ കഴിയേണ്ടത് കഴിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് ദൂരെ കിടക്കണ ആ ശംഭുവിനെ ഒട്ടും പേടിക്കണമെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. ഇനി വേറൊരാളുണ്ട്, ഇന്ദ്രക്കിമിന്ദ്രേണ അല്പവീര്യേണ. എന്തിനും പരസഹായം വേണം. 3 അടി മണ്ണ് യാചിക്കണം, കൃഷ്ണ 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 എൻ്റെ സ്വർഗം പോയി ഈ സ്വർഗം പോയി, സ്വന്തം ചെയ്തൂടെ, വജ്രായുധം കയ്യിലുണ്ടെന്നൊക്കെ പറയുക, 1000 യാഗം നടത്തിയെന്നും പറഞ്ഞ് അവിടെ ഇരിക്കുകയല്ലാണ്ട് എന്തിനും കൃഷ്ണൻ 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 കൃഷ്ണൻ. സ്വന്തമായിട്ട് ചെയ്യാനുള്ള ശക്തിയില്ലാത്തവനാണ് ഇന്ദ്രൻ. ആ ഇന്ദ്രനെ കൊണ്ട് എന്ത് ചെയ്യാനാ? ഈ കൂട്ടാളിയായിട്ടുള്ള വിഷ്ണുവാണ് ഇനിയും ഒന്നിനും കൊള്ളാതെ മറഞ്ഞിരിക്കുക അങ്ങേ പേടിച്ചിട്ട്. അപ്പോൾ ഇന്ദ്രനെ കൊണ്ട് കാര്യമായിട്ടൊന്നും പേടിക്കാനില്ല എന്നാണ് ഞങ്ങൾക്ക് തോന്നണം. ഇനി അങ്ങയുടെ കാര്യം ഒന്ന് എടുത്തു നോക്കുക. ഞങ്ങൾക്കൊക്കെ ഞങ്ങളുണ്ട്, എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. ഒരു സിഗ്നൽ തന്നാൽ അവിടെ ചാടി വീണ എത്ര യോദ്ധാക്കൾ ആയുധധാരികളായിട്ടുള്ളത്. അതുകൊണ്ട് എന്തിനാണ് ഈ പേടിക്കുന്നത്? എവിടെയെങ്കിലും കിടക്കണ ശിവൻ, മറഞ്ഞ് ഇരിക്കുന്നതായിട്ടുള്ള വിഷ്ണു, അല്പവീര്യക്കാരനായിരിക്കണ ഇന്ദ്രൻ, തപസ്സും ചെയ്തും കൊണ്ടിരിക്കുന്ന ബ്രഹ്മാവ്, ഈ ബാക്കിയുള്ളവരൊക്കെ ഏകദേശം ഈ വിധം തന്നെയാണ്. അതുകൊണ്ട് അങ്ങ് ഒരു ഭയവും പേടിക്കേണ്ട, എന്തിനും ഏതിനും. ഈ വിഷ്ണുവാണ് ഒരു പേടി അങ്ങക്ക് തോന്നണമെച്ചാൽ വിഷ്ണുവിൻ്റെ ശക്തി ഇല്ലാണ്ടേക്കാൻ നമുക്കൊരു കാര്യം ചെയ്യാം. മൂലം ഹി വിഷ്ണു ദേവാനാം, ദേവന്മാരെ, സനാതനധർമ്മം, ബ്രാഹ്മണരെ, പശുക്കൾ, ഇവരൊക്കെ ഉള്ള ദിക്കിലാണ് വിഷ്ണു ഉണ്ടാവുക. അതിനെ അങ്ങോട്ട് ഇല്ലാണ്ടേക്കുക. പശുഹിംസ ചെയ്യുക, ദേവന്മാരെ കൊല്ലുക, ബ്രാഹ്മണരെ ദ്രോഹിക്കുക, അവർക്കൊരു സ്വൈര്യം കൊടുക്കാണ്ടിരുന്ന വിഷ്ണു ശക്തി താനേ ഇല്ലാണ്ട്. ഇതുകൊണ്ടൊക്കെയാണ് വിഷ്ണു ഉണ്ടാവുക എന്നാണ്. നല്ല സൽക്കർമ്മങ്ങളെ ഞെട്ടിച്ചാൽ വിഷ്ണു തേജസ് ഉണ്ടാവും, ദാനം കൊടുത്താൽ വിഷ്ണു അവിടെ ഉണ്ടാവും എന്നൊക്കെയല്ലേ പറഞ്ഞാൽ. അതൊക്കെ ഇല്ലാണ്ടേക്കിയ പോരെ, നല്ല ബുദ്ധിയാണ്. പാപം കൂട്ടുകയാണെന്ന് അവർ അറിയണില്ല. പശുക്കളെ കൊന്നിട്ടും വിപ്രന്മാരെ ദ്രോഹിച്ചിട്ടും ബ്രാഹ്മണ ദ്രോഹം കൊണ്ടും വിഷ്ണു തേജസ് ഇവിടെ എല്ലാം ഇല്ലാണ്ടാക്കാം. അപ്പോൾ വിഷ്ണു ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരു പേടിയും പേടിക്കണ്ട. ഏവം ദുർമന്ത്രിഭിക്കം സമ്മന്ത്രി ദുർമതി. പ്രകാരം ദുർമന്ത്രിമാരാൽ ആശ്വസിപ്പിക്കപ്പെട്ട കംസൻ തൽക്കാലം ഒന്നങ്ങനെ ആശ്വസിച്ചുവെങ്കിലും എന്താ കാരണം? തേവൈ രജപ്രകൃതയത്തമസ മൂഢചേതസ. ഒന്നും വകതിരിവില്ലാത്ത മന്ത്രിമാരാണ് ശരിക്കും, മൂഢചേതസന്മാരാണ്. ഭഗവാന്റെ മഹാത്മ്യം വിഷ്ണു ആരാണെന്നോ ശിവൻ ആരാണെന്നോ അറിഞ്ഞിട്ടുള്ള ഒരാൾ ഇങ്ങനെയൊക്കെ പറയുമോ? മൂഢചേതസന്മാരായിക്കൊണ്ട് തൽക്കാലം സ്വാമിയുടെ ആ ഒരു പ്രിയം നേടാൻ വേണ്ടിയിട്ട് ഇതാ ഈ വക കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു. മൂഢനായിട്ടുള്ള കംസൻ അതൊക്കെ കുറേ വിശ്വസിക്കുകയും ചെയ്തു. താസാം സദാം വിദ്വേഷമാചേര് ആരാധാഗത മൃത്യവ. മരണാസന്നമായിട്ടുള്ളത് കൊണ്ട് തോന്നേണ്ടതൊന്നും തോന്നിയില്ല. ദേവന്മാരിൽ വിദ്വേഷം ഉണ്ടാവുകയും ചെയ്തു. ആയുസ്തയം നശോധർമ്മലോകാനാശിഷ ഏവച അന്തിശ്രേയാംസി സർവാണി പുംസോ മഹതതിക്രമ. മഹത്തുക്കളെ നിന്ദിക്കുക, ഇല്ലേ, ദേവന്മാരെ ദ്രോഹിക്കുക, ബ്രാഹ്മണരെ ഇപ്രകാരമുള്ള ഓരോരോ ദുഷ്കർമ്മങ്ങൾ ചെയ്ത് അവനവൻ്റെ ഉള്ള ആയുസ്സിന് പോലും കുറവും ഭീഷണിയും വരുത്തി. നല്ല കാര്യങ്ങൾ ചെയ്ത ആയുസ് കൂടുന്നു പറയും, അല്ലേ? ആയുഷ്യം ആയുസ് കൂടുന്നത്, യശസ് ഉണ്ടാക്കുന്നത് നല്ല കർമ്മങ്ങൾ അങ്ങനെയാണ്. നേരെ മറിച്ച് ഈ വക ദുഷ്കർമ്മങ്ങൾ ചെയ്ത് സ്വയം ആയുസ് പിന്നെയും കുറച്ചു കംസൻ. ഈ ദുർമന്ത്രിമാരുടെ മൂഢചേതസ്സുകളായിരിക്കുന്ന ദുർമന്ത്രികളുടെ വാക്ക് കേട്ടിട്ട് അതങ്ങനെ പറഞ്ഞു വെച്ചു. കൃഷ്ണൻ ജനിച്ചു ഗോകുലത്തിൽ. ആ ജന്മോത്സവം ഒരധ്യായത്തിൽ ഇങ്ങനെ വർണ്ണിക്കുക. നന്ദത്താത്മജ ഉത്പന്നേ ജാതാക്ലാദോ മഹാമന ആഹൂയ വിപ്രാൻ വേദജ്ഞാൻ നാഥ ശുചിരലങ്കൃത.
നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്ക് നേരെ വിപരീത ബ്രാഹ്മണരെ ദ്രോഹിക്കുക. പക്ഷെ ഇതല്ലേ, ഇവിടെ അതൊന്നുമല്ല. ബ്രാഹ്മണരെയൊക്കെ വിളിച്ച് ആദരിച്ച് കാല് കഴിച്ച് വസ്ത്രദാനങ്ങൾ കൊടുത്ത് അല്ലേ, ദക്ഷിണ മുതലായിട്ട് കൊടുത്ത് നമസ്കരിച്ച് ആഹൂയഭിപ്രാൻ വേദജ്ഞന്മാരായിരിക്കുന്ന ബ്രാഹ്മണർ ഏത് കാലത്തും ബഹുമാന്യരാണ്. വേദം പഠിച്ചവരെ വേണ്ട പോലെ അവരെ നമസ്കരിച്ച് ബഹുമാനിച്ച് വസ്ത്രദക്ഷിണാദികളൊക്കെ കൊടുത്ത് അനുഗ്രഹം വാങ്ങി എന്ന് പറയണം. ഉണ്ണി ഉണ്ടായാൽ ധാരാളം ദാനം ചെയ്യണം. പണ്ടത്തെ ഒരു രീതിയാണത്. വാചയിത്ത സ്വസ്തേനം, എല്ലാവരും ശുഭാശംസങ്ങളോട് കൂടിയിട്ട് മംഗളം ഭവിക്കട്ടെ, അങ്ങയുടെ ഉണ്ണിക്കും മംഗളം ഉണ്ടാവട്ടെ എന്നിങ്ങനെ പറഞ്ഞ് ജാതകർമ്മങ്ങളൊക്കെ ചെയ്തു. കാരയാമാസ വിധിവൽ പിതൃദേവാർച്ചനം തഥാ, പിതൃക്കൾക്ക് ദേവന്മാർക്ക് വേണ്ടതായിട്ടുള്ള പൂജകൾ, എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അതൊക്കെ കുട്ടിയെ ബാധിക്കും. ചെറിയ കുട്ടികളെയാണ് അതൊക്കെ വേഗം ബാധിക്കുക. അപ്പോൾ അതൊന്നും ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വേണ്ടതായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്ത് തേനൂനാം നിയുതേ പ്രാതാ വിപ്രേപ്യസമലങ്കൃതേ, നല്ല നല്ല പശുക്കളെ മാലകളെ കൊണ്ട് അലങ്കരിച്ചിട്ട് സ്വർണം കൊണ്ട് അലങ്കരിച്ചിട്ട് സ്വർണം വെള്ളി ഒക്കെ കൊമ്പിലും കുളമ്പിലൊക്കെ കെട്ടി നല്ല ബ്രാഹ്മണർക്ക് ധാരാളം ദാനം ചെയ്തു. വേണ്ട ബ്രാഹ്മണർക്കും ആചാരങ്ങളുള്ള ബ്രാഹ്മണർക്കും പശുദാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ശ്രേയസ്കരാണെന്നാണ് പണ്ട് പറയുക. അപ്പം അതൊക്കെ അങ്ങനെ ചെയ്ത് കാലേന സ്നാത ശൗചാഭ്യാം സംസ്കാരേ തപസേച്ഛയ ശുദ്ധ്യന്തിദാനേ സന്തുഷ്ട്യ ദ്രവ്യണ്യ ആത്മവിദ്യ കൊണ്ട് അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളെ കൊണ്ടൊക്കെ ജീവിക്കുന്നവർക്കൊക്കെ ധാരാളം ദാനം, ദ്രവ്യം, സ്വർണം മുതലായിട്ടൊക്കെ കൊടുത്ത് ഗാനങ്ങൾ, സംഗീതങ്ങൾ, നൃത്തങ്ങളൊക്കെ ഉണ്ടായി. സന്തോഷമല്ലേ? അപ്പം അതുകൊണ്ട് ഗാനങ്ങളും നൃത്തങ്ങളും ആട്ടം പാട്ട് മുതലായിട്ടതോടൊക്കെ ഭഗവാന്റെ ജന്മോത്സവം വേണ്ട വിധം ആഘോഷിക്കപ്പെട്ടു. സംപൃഷ്ട സംദിഗ്ധ ധാരാജിര ഗൃഹാന്തര, മുറ്റമൊക്കെ നല്ലോണം അട്ടിച്ച് തള്ളിച്ച് വൃത്തിയാക്കിയിട്ട് ഇല്ലേ വേണ്ട പോലെയൊക്കെ ചെയ്ത് നല്ലപോലെ ആ പരിസര വൃത്തിയാക്കി അലങ്കരിക്കുക ഇതൊക്കെ ചെയ്തു. പിന്നെ വസ്ത്രം, ആഭരണങ്ങൾ മുതലായിട്ടതൊക്കെ ദാനം ചെയ്തു. രത്നം, സ്വർണം മുതലായിട്ടത് നന്ദഗോപര് വാരി കൊടുത്തു. സന്തോഷം കൊണ്ട് കുട്ടിയുടെ ആ ശ്രേയസ്സിന് ഇതൊക്കെ നല്ലതാണ് അല്ലേ, ഇതൊക്കെ കൂട്ടി വെച്ചിട്ടല്ല കാര്യം. കൊടുക്കും തോറും ഇതൊക്കെ കുട്ടിയുടെ ശ്രേയസ്സിന് ആയുസ്സിന് നല്ലതാണെന്നും പറഞ്ഞ് ധാരാളം കൊടുത്തു. നേരെ ഇങ്ങനെ പ്രഭാതമായി മെല്ലെ ഈ വാർത്ത അല്ലേ, അങ്ങനെയാണല്ലോ. അതിപ്പോൾ ഒരു പ്രസവം ഉണ്ടായാലും ഇന്നാൾ പ്രസവിച്ചു ഇത്രേ അറിഞ്ഞില്ലേ, നമ്മൾ ചോദിക്കില്ലേ. ഇപ്പോൾ ഒരാൾ പ്രസവിച്ചാൽ എങ്ങനെയെങ്കിലും അറിയും എന്ന പോലെ ഗോപികളൊക്കെ അത് അറിഞ്ഞു. ഈ വയസ്സുകാലത്ത് യശോദ പ്രസവിച്ചിട്ട് ഉണ്ണി ഉണ്ടായി, നിങ്ങളറിഞ്ഞില്ലേ? ഇല്ല, ഞാനറിഞ്ഞില്ല കേട്ടോ. അല്ല, നമുക്ക് കുട്ടിയെ കാണാൻ പോണ്ടേ? പിന്നെ പോണം. അതേ, ഞാൻ ഇത്തിരി വേഗം പൂട്ടൊക്കെ കുറച്ച് തിരക്കുണ്ട്, നിങ്ങൾ പിന്നെ വന്നോളേം, കുട്ടിയെ കാണാൻ ധൃതിയായി. ഈ സ്ത്രീ മറ്റേ സ്ത്രീയെ കൂട്ടാൻ നിൽക്കണില്ല. അപ്പോൾ ആ സ്ത്രീക്ക് കുറച്ച് സങ്കടമായിട്ട് ആ സ്ത്രീ പറഞ്ഞു, നമുക്ക് ആ സ്ത്രീയുടെ കൂടെ പോകാമെന്ന്. അവർ പോകുന്നുണ്ട്. അത്ര ധൃതിക്കാരാ, അവരോട് പോട്ടെ, നമുക്കെന്താ വേറെ ടീം ഉണ്ടാക്കിക്കൂടെ? പോവാത്തവരുടെ കൂടെ കൂടി പോവാത്തവർ നമുക്ക് ഇങ്ങനെ പോവുക. അപ്പോൾ അവർക്ക് ധൃതിയായി. വേറെ ഉള്ളവർ വരുമ്പോൾ നിങ്ങൾ വേറെ ടീമായിട്ട് വന്നോളൂ, ഞങ്ങൾക്ക് കുറച്ച് തിരക്കുണ്ട്. ഇതിൽ മുമ്പ് പറഞ്ഞവരെ കുറ്റം പറയേണ്ടവർ ഇവർക്ക് ധൃതിയായി. സർവർക്കും കൃഷ്ണനെ കാണാൻ ധൃതിയാണ്. ഒരു നിമിഷം മുമ്പ് ഭഗവാനെ കാണണം, കൃഷ്ണനെ കാണണം. അത് കൃഷ്ണനാണെന്ന് ദൈവമാണോ എന്ന് അറിഞ്ഞിട്ടൊന്നുമല്ല, ഭഗവാന്റെ ഒരു ശക്തിയാണത്. ഭഗവാൻ ഈ തേനുള്ള ദിക്കിലേക്ക് വണ്ട് വരും ഇല്ലേ, പഞ്ചസാരയുള്ള ദിക്കിലേക്ക് ഉറുമ്പ് വരും. ഉറുമ്പ് വല്ലതും ചെയ്തിട്ടാണോ? അത് ഈ മധുരപലഹാരങ്ങളോ എന്തെങ്കിലും ചെയ്യണില്ല. ആകർഷിക്കാൻ അവരെന്തെങ്കിലും ചെയ്യണോ? എങ്ങനെയാണെന്ന് അറിയണം? അതുപോലെ മഹാത്മ്യമുള്ളതായിരിക്കുന്ന ഭഗവാന്റെ അടുത്തേക്ക് അല്ലേ സുഹൃതം ചെയ്ത ആത്മാക്കളാണ് ഈ ഗോപികൾ. പുണ്യവതികളാണ്. അതുകൊണ്ടല്ലേ ഭഗവാന്റെ കൂടെ ഇങ്ങനെ കളിക്കാനും ഇടപഴകാനും അവർക്ക് സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഈ കുട്ടി വിശിഷ്ടമായിട്ടുള്ളൊരു ശിശുവാണെന്നും സാധാരണ കുട്ടിയല്ല എന്നും ആരും കുട്ടി ഘോഷിച്ചിട്ടില്ല, ആരും പറഞ്ഞിട്ടുമില്ല. തന്നെ അവരുടെ ഉള്ളിലേക്കാണ് തോന്നുകയാണ്. അതാണ് കൗസദേവരെ കുട്ടി എടുത്തിട്ട് അവിടെ കൊണ്ടേ കടത്തണം എന്ന് ആരാ പറഞ്ഞ്? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇതുപോലെ ഇവർക്കൊക്കെ തോന്നി ഈ ഉണ്ണി അപാരമായിട്ടുള്ള കഴിവുണ്ട്, അപാരമായിട്ടുള്ള സിദ്ധിയുണ്ട്, സാധാരണ പോലത്തെ ഉണ്ണിയൊന്നും അല്ല എന്ന് തന്നെയാണ് തോന്നുകയാണ്. അങ്ങനെ യാതൊരു അറിയിപ്പും നന്ദഗോപുരം ചെയ്തിട്ടില്ല. കണ്ടവർ പറയുന്നതിൻ്റെ മുമ്പേ പറഞ്ഞിട്ടേ അല്ല ഇവരൊന്നും പോകണം, ഒക്കെ പറയാൻ പോണേ ഉള്ളൂ. സമയം അതിൻ്റെ മുമ്പേ ഇവർക്ക് തോന്നിയിരിക്കുന്നു കൃഷ്ണനെ കാണണം. എന്താ കാരണം കഥയിൽ ചോദ്യമില്ല, അത് ഭഗവാന്റെ പ്രേരണ, ആകർഷണമാണ്. ആകർഷണത്തോടു കൂടി എല്ലാവരും അവാത്യന്ത വിചിത്രാണി വാദിത്രാണി മഹോത്സവേ കൃഷ്ണേ വിശ്വേശ്വരേ അനന്തേ. കാരണം അവിടെ പറഞ്ഞു ആരാണ് കൃഷ്ണൻ? വിശ്വേശ്വരനാണ്, ലോകത്തിൻ്റെ മുഴുവൻ നാഥനൻ, അനന്തനുമാണ്. അതുകൊണ്ട് ഇവർക്ക് എങ്ങനെയാണ് പോകാണ്ടിരിക്കാൻ തോന്നുക? പരീക്ഷിത്തേ ചോദിക്കുക സുഖമഷി കൃഷ്ണേ വിശ്വേശ്വരേ അനന്തേ. കൃഷ്ണനും വിശ്വേശ്വരനും അനന്തനുമാണ് പ്രസവിക്കപ്പെട്ടിരിക്കുന്നത്.
സാധാരണ ഒരു ഉണ്ണിയല്ല. അതുകൊണ്ട് ഇതാ ഇവർക്കൊക്കെ സന്തോഷം അങ്ങനെ അലയടിക്കാൻ തുടങ്ങി. ഉള്ളിൽ നിൽക്കാത്ത സന്തോഷം കുറേശ്ശെ പുറത്തേക്ക് വരും അല്ലേ? അടക്കിയാൽ നിൽക്കാതെ വരുമ്പോൾ അവർക്ക് എന്ത് ചെയ്തു? ആഘോഷങ്ങൾ, ചിലതൊക്കെ പറയാനും ചിലതൊക്കെ കാണിക്കാനും നൃത്തം ആടാനൊക്കെ തുടങ്ങുക. ആ സിഞ്ചന്തോ വിലിമ്പന്തോ നവനീതേശ്ച ചിച്ചുബു. ഹോളിക്ക് ഈ കളർ വെള്ളം തളിക്കുക എന്നൊരു സമ്പ്രദായം ഉണ്ട് അല്ലേ? ഉത്തരേന്ത്യയിലാണ് അധികം. അന്ന് എത്ര നല്ല വസ്ത്രം ധരിച്ചിട്ട് രാജാവാണെങ്കിലും കളർ വെള്ളം തളിച്ചാൽ ആക്ഷേപിക്കരുത് എന്നാണ്. രാജാവോ മന്ത്രിയോ CMO PMO നോക്കിയാൽ അന്നത്തെ ദിവസം അതിന് അധികാരമുണ്ട് എന്നാണ്. നരേന്ദ്രമോദിയുടെ നേർക്കും കൂടി കളർ വെള്ളം തളിച്ചു എന്ന് കേട്ടു കഴിഞ്ഞ ഒരു കൊല്ലം. അന്നത് അറിയുന്നവർ എതിർക്കില്ല അല്ലേ? ചാക്യാർ ഫലിതം പറഞ്ഞ് കളിയാക്കിയാൽ തിരിച്ചു പറയരുത് എന്നുള്ള ഹോളിക്ക് മാത്രം ഒരു സ്വാതന്ത്ര്യമുണ്ട്. എത്ര വലിയ വ്യക്തി അപ്പം അതൊക്കെ ഇവിടെ ഉണ്ടായി. ഇവിടെ കളർ വെള്ളമല്ല തളിച്ചത്, വെണ്ണ, പാല് മുതലായിട്ടുള്ളതൊക്കെ. അപ്പം ഇതൊക്കെ കാഴ്ചദ്രവ്യങ്ങൾ എടുത്തിട്ടില്ലേ? കുട്ടികളുടെ സ്ഥലത്തേക്ക് പോകുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോകണം. പൈസ പണ്ടില്ലല്ലോ, പൈസ പിന്നെയല്ലേ വന്നത്. കറൻസി നോട്ടൊന്നുമില്ല. അപ്പോൾ സ്വർണം ചിലർ, വെള്ളി ചിലർ, രത്നം ചിലർ, ഇതൊന്നും ഇല്ലാത്തവർ കൽക്കണ്ടം, മുന്തിരി, പഴവർഗ്ഗങ്ങൾ അതുള്ളവർ അതേ എടുത്തുള്ളൂ. പക്ഷേ എന്തെങ്കിലും കൊണ്ടുപോകാണ്ട് ആരും വന്നിട്ടില്ല എന്ന്. അവിടങ്ങൾ കടക്കാനും കൂടി നിവൃത്തിയില്ലാത്ത വിധം തിരക്കിയിരിക്കണു. തിരക്കി ആളുകൾ നിൽക്കുകയാണ്. ഒരു നോക്ക് കാണുക, പോവുക, വേഗം കണ്ട് നീങ്ങി എന്നൊക്കെ ചിലരിങ്ങനെ പറയുന്നുണ്ട്. എല്ലാവർക്കും കാണണ്ടേ? ചില ആൾക്കാർ ചോദിച്ചു, ഈ വെണ്ണയും പാലും ഒക്കെ എവിടെ വെക്കേണ്ടത് ഇത് ചോദിച്ചിട്ടിപ്പോൾ ഉത്തരം പറയാനും കൂടി ഒരാൾക്ക് കൃഷ്ണനെ കാണാനുള്ള ധൃതിയിലായത്. ഉത്തരമല്ല പറയാമെന്ന്. തൻ്റെ തലയിൽ വെച്ചോ, തമാശയിട്ട് സന്തോഷത്തിൽ, ദേഷ്യം കൊണ്ടല്ല. ചിലരൊക്കെ തമാശ രീതിയിൽ സന്തോഷം കൊണ്ട് തമാശ തൻ്റെ തലയിൽ ഒഴിക്കടോ. അത് അല്ല. ഇവിടെ കൃഷ്ണനെ കാണേണ്ട ധൃതിയിൽ തൻ്റെ വെണ്ണയും പാലും എവിടെ വെക്കുക എന്നാണ് പറയുക. ഇത് കേട്ടിട്ടിപ്പോൾ അവർക്കുണ്ടോ ദേഷ്യം? അവർക്ക് ദേഷ്യമൊന്നും അതില്ല. സന്തോഷമില്ലാണ്ട് അവിടെ വേറൊന്നുമില്ല. അവർ തലയിലാണ്ട് ഒഴിച്ചു. എന്നാൽ തൻ്റെ തലയിൽ തന്നെ ആയിക്കോട്ടെ, തലയിൽ വയ്ക്കാനല്ലേ പറഞ്ഞത്. ഇതാ വെണ്ണ കിടക്കണു, ഇതാ പാല് കിടക്കണു. അവർ സന്തോഷമായിട്ട് തുടച്ചു. അപ്പോൾ അവർക്കും ഇല്ല ദേഷ്യം. ഇപ്പോൾ പയപ്പത്തൂർ നാരായണീയത്തിലവിടെ ഒരു പ്രയോഗമുണ്ട്. എന്തേ ഭഗവാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അവർക്ക് ദേഷ്യം വരാണ്ടിരിക്കാൻ? ലെമയിൽ പാലൊഴിച്ചാൽ അപ്പോൾ പാല് നല്ലതാ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ദേഷ്യം വരണ്ടേ? അതിനൊരു കാരണമുണ്ട്. ഭഗവാൻ അവരുടെ ഹൃദയം ആകർഷിച്ച് കയ്യിലാക്കിയിരിക്കണു. ദേഷ്യം എവിടെ വരിക? ഹൃദയത്തിലല്ലേ വരിക, അല്ലെങ്കിൽ മനസ്സിലല്ലേ വരിക? വേറെ എവിടെയും ദേഷ്യം വരിക? ആ മനസ്സെവിടെയാണ്? ഭഗവാന്റെ കയ്യിലാണ്. അതന്നെ അവർക്ക് ദേഷ്യം വരാത്തതെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഹൃദയഭിമുഷിത്വ, ഹൃദയത്തെ പോലും ഹരിച്ചു. അപ്പോൾ അവിടെ എന്ത് കാണിച്ചാലും സന്തോഷമില്ലാണ്ട് ആർക്കും തന്നെ ദേഷ്യം വന്നില്ല. ആ സിംബന്തോ വിലിംബന്തോ നവനീതേശ, വെണ്ണ മേലെ എറിയുക, വെണ്ണ കൊണ്ട് എറിയുക, പാല് തലയിലൊഴിക്കുക. ഇപ്രകാരം ചില രോഹിണീച മഹാഭാഗ നന്ദഗോപാവി നന്ദിതാവചര ദിവ്യവാസത്ര കണ്ഠാഭരണ ഭൂഷിത. രോഹിണി സന്തുഷ്ടയാണ് അല്ലേ? ബലരാമൻ എന്ന ഉണ്ണി അവിടെ ഉണ്ടല്ലോ. രോഹിണിക്ക് പറഞ്ഞത് ബലരാമനാണ്. മനോഹരമായിട്ടുള്ള വസ്ത്രങ്ങൾ, കണ്ഠാഭരണങ്ങൾ മുതലായിട്ടൊക്കെ ധരിച്ച് രോഹിണി രാമനെ കാണിച്ചു കൊടുക്കണു. ഓരോ വരുന്നവർക്ക് യശോദ കൃഷ്ണനെ കാണിച്ചു കൊടുക്കണു. ഇതാ ഉണ്ണിയെ കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് യശോദ കാണിച്ചു കൊടുത്തു. ബലരാമനെ രോഹിണി കാണിച്ചു കൊടുത്തു. ഗോപാൻ ഗോകുലരക്ഷായ നിരൂപ്യമതരാംഗത നന്ദകംസസ്യ വാർഷിക്യം കരം ദാതും കുരുദ്വഹ. ആ സംഗതി അവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചു തൽക്കാലം. ഇനി വേറെ രംഗത്തേക്ക് പോവുക. എല്ലാ കൃത്യമായിട്ടുള്ള ദിവസവും കംസനുള്ള നികുതി കൊടുക്കണം. ആരും വസ്തുവരാവട്ടെ അങ്ങനെയുള്ള ആർക്കും ഒഴിവില്ലല്ലോ. അതാരും ഒഴിവല്ല. അത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ദിവസം ആയി. അറിയിപ്പുണ്ടോ നിശ്ചയില്ല. അന്നത്തെ പോലെ നോട്ടീസ് വരലൊന്നും ആവില്ല. ഇടയ്ക്ക് ചെണ്ട കൊട്ടി അറിയിക്കലൊക്കെ ആവും. എന്തായാലും ഒരു ദിവസം വൈകിയാൽ കംസൻ്റെ രാജധാനിയിൽ കഴിച്ചു കൂട്ടാൻ പറ്റില്ല. ഇലക്ട്രിസിറ്റി ബില്ലടിക്കും പറയും. ഇനി കട്ട് ചെയ്യാൻ വേറെ നോട്ടീസ് ഉണ്ടാവില്ല അല്ലേ? വൈദ്യുതി വിച്ഛേദിക്കാൻ ഇത് അടച്ചോളൂ ഇത്ര സംഖ്യ. അതുപോലെ തന്നെയാണ് കംസൻ ആൾക്കാരുടെ ഫ്യൂസ് ഊരുക. ഇവിടെ ഇലക്ട്രിസിറ്റി ഊരില്ലോ, അവിടെ ആൾക്കാരുടെ ഫ്യൂസ് തന്നെ കംസൻ ഊരും. അതുകൊണ്ട് കരം ദാതും ഗുരുദ്വഹ. രാജൻ ആ കരം കൃത്യമായിട്ട് അടയ്ക്കേണ്ടിയിരുന്നു. അത് കയ്യിൽ കരുതിക്കൊണ്ട് നന്ദഗോപുരം മധുരയിലേക്ക് പോവുകയാണ് നികുതി അടയ്ക്കാനേ. ഈ നികുതി ഈ ദുഷ്ടൻ ഇങ്ങനെ അടച്ചിട്ട് എന്താ കാര്യം എന്ന് വിചാരിക്കുന്നുണ്ട്. അത് നമ്മളും വിചാരിക്കില്ലേ, എന്താ ഇപ്പോൾ ഇവർക്കൊക്കെ ടാക്സ് അടച്ചിട്ട് കാര്യം. അതുപോലെ വിചാരിക്കും നല്ലൊരു രാജാവാണെങ്കിൽ നികുതി അടയ്ക്കുന്നതിന് സന്തോഷമുണ്ട്. ഇല്ലാത്തവർക്ക് കിട്ടുകയല്ലേ ചെയ്യുക. ഇതാ ദുഷ്ടനായ കംസനല്ലേ കൊടുക്കേണ്ടി വന്നത് എന്ന് വിചാരിച്ച് ഈ നികുതിയും കയ്യിൽ പിടിച്ച് നന്ദഗോപുരം അടയ്ക്കാണ്ടോ പറ്റുമോ? ഇല്ലേ. ഇനിയും അങ്ങനെ അവിടെ പോവുകയാണ്. അങ്ങനെ നികുതിയൊക്കെ അടച്ച് വാസുദേവർ തടങ്കലാണ് അറിഞ്ഞിട്ടുണ്ട്. ഒന്ന് കണ്ടിട്ടാവാം മടങ്ങൽ എന്നങ്ങനെ പറഞ്ഞ് വേഗം വന്നു. വസുദേവ
ഞാൻ ഇവിടെ വന്നിട്ടുണ്ടാ നികുതിയൊക്കെ അടച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറയുകയാണ്. അപ്പോൾ വസുദേവർ ചോദിച്ചു, അവിടെ പശുക്കളൊക്കെ സുഖം തന്നെയല്ലേ, ഗോകുലത്തിലുള്ളത് ഗോപന്മാർക്ക് സുഖമല്ലേ, ഗോപികൾക്ക് സുഖമല്ലേ? അങ്ങേക്ക് ഒരു ഉണ്ണി ഉണ്ടായി എന്ന് ഞാൻ കേട്ടു. തൻ്റെ ഉണ്ണി തന്നെയാണ്, ഇപ്പോൾ വ്യക്തമാക്കാൻ പാടില്ലല്ലോ. ഒരു ഉണ്ണി ഉണ്ടായി എന്ന് കേട്ടിട്ടേ നല്ലൊരു സന്തോഷം അങ്ങേക്കുള്ള പോലെ എനിക്കും ഉണ്ട് കേട്ടോ. എനിക്കൊരു ഉണ്ണി ഉണ്ടായ സുഖം തോന്നുന്നു, അങ്ങേക്കൊരു ഉണ്ണി ഉണ്ടായി എന്ന് വെച്ചാൽ നമ്മൾ രണ്ടല്ലോ എന്ന ഭാവത്തിലേ നന്ദഗോപർ എടുത്തുള്ളൂ. വസുദേവരുടെ ഉണ്ണിയാണെന്ന് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ടോ? ഇല്ല. അപ്പം നന്ദഗോപർ ചോദിച്ചു, വസുദേവരുടെ കാര്യം ഇങ്ങടെ അന്വേഷിക്കണം അല്ലേ, ഇങ്ങടെ അന്വേഷിച്ച സ്ഥിതിക്ക് അങ്ങടെ അന്വേഷിക്കണ്ടേ? വസുദേവ, അങ്ങേക്ക് 6 കുട്ടികളുണ്ടായി എന്ന് കേട്ടു. ആ കംസൻ കേൾക്കാണ്ടേ പറയണം, കംസൻ്റെ കൂട്ടാളികൾ കേൾക്കരുത്, സ്വഹസ്യായിട്ട് അടിച്ചു കൊന്നു എന്നൊക്കെ കേട്ടു. കേൾക്കാൻ പാടില്ല അല്ലേ? പറയണം എന്താ അല്ലേ ദൈവത്തിൻ്റെ ഓരോ കളികൾ എന്തൊക്കെയാണ് ചെയ്യണത്. എന്നാലും മനസ്സാക്ഷി ഇല്ലാണ്ട് ഈ 6 കുട്ടികളെ എങ്ങനെയാ രാജാവിന് കൊല്ലാൻ തോന്നിയത്? ആരും കേൾക്കാണ്ട് രഹസ്യമായിട്ട് കാരാഗൃഹമാണ്, അവിടെ അധികം ആളുണ്ടാവില്ല. വസുദേവരോട് പറഞ്ഞു, ഒടുവിലുണ്ടായിട്ടുള്ള ഏകാവശിഷ്ടാവരജ, അവസാനം ബാക്കിയായിട്ടുള്ള പെൺകുട്ടി അവരജ അനുജത്തി ആകാശത്തേക്ക് പോയി എന്നും കേട്ടു. ശരിയാണോ? ശരിയാണ് നന്ദഗോപരെ, അങ്ങനെ തന്നെ ഉണ്ടായത്. സായുധാഷ്ട മഹാഭുജ എന്ന് പറഞ്ഞല്ലോ, 8 കൈകളിൽ ദിവ്യായുധങ്ങളോട് കൂടിയിട്ട് അതിനെയും കിട്ടിയില്ല. 6 കിട്ടിയ 7ാമത്തെങ്കിലും കിട്ടുമെന്ന് കരുതി അതിനെയും കിട്ടിയില്ല, ഒന്നിനെയും കിട്ടിയില്ല. 6 പ്രസവിക്കാൻ മാത്രമേ ദേവകിക്ക് യോഗം ഉണ്ടായുള്ളൂ, ഒന്നിനെ പോലും വളർത്താനുള്ള യോഗം ഉണ്ടായില്ല. പിന്നെ വസുദേവർ പറഞ്ഞു, നന്ദഗോപ അങ്ങ് ഒരു കാര്യമുണ്ട്, വേഗം പൊക്കോളൂ, നേരം കുറച്ചായിട്ടുണ്ട്. അവിടെ എത്തുമ്പോഴേക്കും കുട്ടിയെ നോക്കേണ്ടതാണ്, 2 കുട്ടികളുണ്ട്, അവിടെ വല്ല അപകടങ്ങൾ സംഭവിക്കാൻ പാടില്ല. ചെറിയ കുട്ടികളൊക്കെ ഉണ്ടായ സ്ഥലത്തുനിന്ന് അധികം വിട്ടു നിൽക്കരുത് എന്നാണ് പറയുക. അച്ഛനും അമ്മയും എല്ലാവരുടെയും ശ്രദ്ധ അവിടെ ഉണ്ടാവണം, കാരണം എപ്പോഴും എന്തും സംഭവിക്കാമെന്നുള്ള നിലയാണല്ലോ. കുട്ടിക്ക് വല്ല വയ്യായി ഉണ്ടാവുകയോ വേണ്ട സമയത്ത് വേണ്ടത് ചെയ്യാതിരിക്കുകയോ ചെയ്താൽ കുട്ടിയുടെ ജീവൻ തന്നെ ഇടയ്ക്ക് അപകടമാവും. ശ്രദ്ധിക്കണം ചെറിയ കുട്ടികളുടെ ദിക്കിലേ. ആ കുട്ടിയെ വിട്ടുവരാൻ നന്ദഗോപർക്ക് ഒരു മനസ്സും ഉണ്ടായിട്ടില്ല. നീ കുത്തി അടയ്ക്കണ്ടേ എന്നൊരൊറ്റ ചിന്ത. അടുത്തുനിന്നുണ്ടോ പോകാൻ തോന്നണം, ഭഗവാന്റെ അടുത്ത് വന്നാണ്ടോ അവിടുന്ന് പോകാൻ തോന്നുന്നു. ഗുരുവായൂരത്ത് നല്ല വശങ്ങൾ കണ്ടവരൊക്കെ അവിടെ പോയാണ്ടോ ഇങ്ങോട്ട് പോകുന്നതാ ഈ പ്രാരബ്ധം, അല്ലാതെ എന്താ ഉള്ളത്? ഗുരുവായൂരപ്പാ എനിക്ക് മെല്ലെ പോയാൽ മതി എന്നേ എത്രയും ഭക്തന്മാർക്ക് തോന്നുന്നുണ്ട്. വേഗം ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ട് എന്തുണ്ടാവാൻ, എന്തെടുക്കാനാ? അപ്പോൾ ഭഗവാന്റെ അടുത്തുനിന്ന് പോകാൻ തോന്നണില്ല നന്ദഗോപർക്ക്. പക്ഷേ നികുതി അടയ്ക്കണ്ടേ, അതുകൊണ്ട് മാത്രം പോകുന്നതാണ്, കാര്യനിർവഹണത്തിന് വേണ്ടി പോകുന്നതാണ്. എന്തായാലും ഞാൻ പോവുകയാണ്. വസുദേവരെ അങ്ങ് ഓർമ്മിപ്പിച്ച സ്ഥിതിക്ക് കൂടുതൽ ഇവിടെ നിൽക്കുന്നത് ശരിയല്ല എന്നും പറഞ്ഞ് വേഗം നികുതിയൊക്കെ അടച്ച് മടങ്ങിയിട്ട് വരുമ്പോഴൊക്കെയാണ് പൂതനയുടെ വരവ്, പൂതനയെ വധിക്കൽ എല്ലാം കഴിഞ്ഞ് ആ വധ അനന്തരമുള്ള മരങ്ങളുടെ വീഴ്ചയും സംസ്കാര കാര്യങ്ങളും പൂതനയുടെ ശരീര സംസ്കാര കാര്യങ്ങളും കണ്ടിട്ടാണ് നന്ദഗോപുരം അവിടേക്ക് എത്തണത്. പിന്നെ മറ്റുള്ളവർ പറഞ്ഞിട്ടാണ് പൂതനയുടെ വരവും പൂതനാവധത്തെയും കുറിച്ച് നന്ദഗോപുരം അടക്കം അറിയുന്നത്. ഞാൻ പൂതനാമോക്ഷം എന്ന ഭഗവാന്റെ ആദ്യത്തെ ലീല അല്ലെ, ആദ്യത്തെ സമ്മാനം കൊടുക്കുക അസുരന്മാർക്ക്, ആദ്യത്തെ വധം, അതിനെ പറയുകയാണ് അടുത്ത അധ്യായത്തിൽ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോതി യത്യർത്ഥകലം ബലസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.